കത്തോലിക്ക സഭയുടെ അമരക്കാരനായ നേതൃത്വമെടുത്ത അന്നു മുതൽ മറ്റു മനുഷ്യരുടെ മുൻപിൽ ശിരസ് താഴ്ത്തി നിന്ന ഒരു മനുഷ്യൻ, അനുഗ്രഹിക്കുന്നതിനേക്കാളേറെ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാൾ, ആശീർവദിക്കുവാൻ കരങ്ങൾ ഉയർത്തുന്നതിന് മുൻപേ ആശീർവദിക്കണമേ എന്ന് യാചിച്ച് ശിരസ് താഴ്ത്തിയ ഒരാൾ. നിങ്ങൾ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം കുലീനനാവുക എന്ന അരുളപ്പാടിന്റെ ആൾരൂപം. കത്തോലിക്ക സഭയുടെ അമരത്ത് നിന്നും സ്വർഗത്തിലേക്ക് ആ വലിയ ഇടയൻ വിടവാങ്ങുമ്പോൾ ഓർസ്ലേം തെരുവീതികളിലെ സ്ത്രീകളുടെ മിഴികൾ നിറഞ്ഞതുപോലെ മനുഷ്യരുടെ ഹൃദയങ്ങൾ ആർദ്രമാവുകയും മിഴികൾ സജ്ജലങ്ങളാവുകയും ചെയ്യുന്നു. പഴയൊരു പെസഹാ ദിനത്തിലെ പാദക്ഷാളനത്തിൽ കടുംപിടുത്തത്തിന്റെ ശൂന്യമായ കൽഭരണികൾക്കകത്തേക്ക് സ്ത്രീകളുടെ കാലുകഴുകിയ പുതുവീഞ്ഞൊഴുക്കിക്കൊണ്ട് അദ്ദേഹം അത്ഭുതം തുടങ്ങിയപ്പോഴും മുഖം വികൃതമായി പോയ ഒരു പാവം മനുഷ്യന്റെ മുഖം ചേർത്ത് അദ്ദേഹം മുത്തം കൊടുത്തപ്പോഴും പേപ്പൽ കൊട്ടാരത്തിന്റെ സമൃദ്ധികൾ ഓരോന്നായി സ്നേഹപൂർവ്വം നിഷേധിച്ചപ്പോഴും മനുഷ്യരാകമാനം ഈ മനുഷ്യനെ നോക്കി ആശ്ചര്യപ്പെട്ടു. ആ ധവള വസ്ത്രധാരിയുടെ നെഞ്ചിനകത്ത് കത്തോലിക്ക സഭ പുനർജന്മം കൊള്ളുകയായിരുന്നു. അധികാരത്തിന്റെ മോതിരമുദ്ര മുത്താൻ കൊടുക്കുന്നതിനേക്കാൾ ആ മനുഷ്യൻ ഇഷ്ടപ്പെട്ടത് മനുഷ്യരുടെ മൂർധാവിലും അവരുടെ മുറിവിലും ചുംബിക്കുവാനായിരുന്നു. ഓരോ ചുംബനത്തിലും എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർ സുഖപ്പെട്ടു. റോമാ നഗരത്തിന്റെ അരമന മുറ്റത്തു നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയത് അനാഥരായി പോയ കുഞ്ഞുങ്ങൾക്കരികിലേക്കും വീട് കടലെടുത്തു പോയ കുടിയേറ്റക്കാരിലേക്കും മലകളറുത്തു മാറ്റപ്പെട്ട പ്രകൃതിയുടെ വിരിമാറുകളിലേക്കുമായിരുന്നു. പ്രകൃതിക്ക് കാവലിരിക്കുവാൻ മനുഷ്യരോട് ആവശ്യപ്പെട്ട ഒരു മനുഷ്യൻ, കുഞ്ഞുങ്ങൾക്ക് കൂട്ടിരിക്കാൻ കാരണവന്മാരോട് നിരന്തരം ആവശ്യപ്പെട്ട ഒരാൾ, യുദ്ധമുറവിളികൾ ഉയരുന്നിടത്ത് അരുതേ എന്ന് അപേക്ഷിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണ് കടന്നുപോകുന്നത്. ആ മനുഷ്യൻ കടന്നുപോകുന്ന വഴികളിൽ മനുഷ്യർ അവരുടെ വസ്ത്രങ്ങൾ വിരിക്കും. അയാളെ ഓർത്തുള്ള മനുഷ്യരുടെ കണ്ണുനീരിന് നാർദീൻ തൈലത്തിന്റെ ഗന്ധം പടരും. ക്രിസ്തുവിന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ അതേ ആകാശത്തേക്ക് ഒരു ചെറുകാറ്റുപോലെ അയാളും ഒഴുകിയിറങ്ങുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൈവശമുള്ളതിനെയല്ല, നിങ്ങൾ നൽകുന്നതിനെയാണ് സ്വർഗം വിലമതിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ വിടവാങ്ങുന്നത്.